തിങ്കളാഴ്ചയല്ലേ, അപ്പോൾ അവരെല്ലാ സാധനങ്ങളും വന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നതേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഓഫറുകൾ മൊത്തം ഒന്നും ആകാനായിട്ടുള്ള സമയമായിട്ടില്ല. അവർ പാക്ക് ചെയ്തതും എല്ലാത്തും ആയിട്ട് വെക്കുന്നേ ഉള്ളായിരുന്നു. അപ്പം ബൂസ്റ്റിനും ഹോർലിക്സിനും ചായപ്പൊടിക്കൊക്കെ നല്ല ഓഫറുണ്ട് കേട്ടോ. ആർക്കെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ നേരത്തെയൊക്കെ ഞാൻ നമ്മുടെ സപ്ലൈക്കോയിലൊക്കെ പോയി മേടിക്കുമായിരുന്നേ. പക്ഷേ ഇപ്പോൾ ഇടയ്ക്ക് കൊണ്ട് ഞാൻ സപ്ലൈക്കോയിലൊന്നും പോകുന്നില്ല. അപ്പോൾ ഇപ്പം ഞാൻ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ ബിസ്മിയിൽ വരുമ്പോഴത്തേനും ഇവിടെ വന്ന് ഇങ്ങനെ മേടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ മേടിക്കാൻ കയറിയപ്പോൾ കണ്ടതാണ് 68 രൂപയ്ക്കൊക്കെ 1/2 കിലോ ഈസ്റ്റയുടെ തേയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്കിപ്പോൾ സാധാരണക്കാർക്ക് അത്യാവശ്യം ചായ കുടിക്കുന്ന ആൾക്കാർക്ക് ലാഭമായിട്ടുണ്ടാവും. പിന്നെ കാപ്പിപ്പൊടിയുണ്ട്, എല്ലാം നന്നായിട്ട് ഓഫറുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഈസ്റ്റയുടെ തന്നെ 109 രൂപയ്ക്ക് ഒരു തേയില ഇട്ടിട്ടുണ്ട്, 1/2 കിലോ ആണ്. പിന്നെ നമ്മുടെ സദ്യ ഓണത്തിൻ്റെ ഇതായുണ്ടല്ലോ, അപ്പോൾ 76 രൂപയാണ് കേട്ടോ ഈ ഇരിക്കുന്നതിനൊക്കെ. അപ്പോൾ ഞാൻ കഴിഞ്ഞിടയ്ക്ക് വന്നപ്പോൾ ഒരു 30 രൂപയുടെ ഇൻസ്റ്റൻറ്റ് പായസം മിക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് അടപ്രഥമൻ്റെ ആയിരുന്നു. അത് ഞാൻ മേടിച്ചത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതെനിക്ക് തോന്നുന്നു ഈസ്റ്റേണിൻ്റെ ആണെന്ന് തോന്നുന്നു. അത് നല്ല ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിവിടെ കാണാനില്ല കേട്ടോ. ചിലപ്പോൾ ഇനി ഇടയ്ക്ക് വരുമായിരിക്കും. പിന്നെ നമ്മുടെ സേമിയ അതൊക്കെ ഉണ്ട് കേട്ടോ. സേമിയ ഞാൻ കഴിഞ്ഞ ദിവസം ഇച്ചിരി കൂടെ വലിയൊരു പാക്കറ്റ് വാങ്ങിച്ചത് 29 രൂപയ്ക്കായിരുന്നു. ഇപ്പം 24 പിന്നെ സൗകര്യമുണ്ട്. പിന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അവിടെ എല്ലാം പാക്ക് ചെയ്തതൊക്കെ അവർ ചേച്ചിമാർ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ബിസ്ക്കറ്റിനൊക്കെ ഒരുപാട് ഓഫറുകളുണ്ട് കേട്ടോ. നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ആയിട്ട് മേടിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം ഓഫറുള്ളതുണ്ട്. പിന്നെ ചോക്ലേറ്റിൻ്റെ സെക്ഷൻ പിന്നെ പറയണ്ടല്ലോ, അവിടെ മിഠായിക്കൊക്കെ ഓഫറുണ്ട്. പിന്നെ നമ്മുടെ പാൽപ്പൊടി, തേങ്ങാപ്പാൽപ്പൊടിയാണ്. ഇതിന് നല്ല 30 രൂപയായിരുന്നു. ഇപ്പം അതിന് വില കൂടിയിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും വില കൂടിയില്ലേ പാലുൽപ്പന്നത്തിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതിന് ഇത്തിരി വില കൂടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാക്കറ്റിന് 149 രൂപയാണ്. ഞാനത് എടുത്തില്ല, ഞാനത് വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു സെയിമിൽ ഒരു പാമൊരു എന്നും പറഞ്ഞിട്ടൊരു വേറൊരു ബ്രാൻഡുണ്ട്. അതിനകത്ത് 120 രൂപ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇതിന് 80 രൂപയാണ്. ഇവിടെ ഇപ്പോൾ 79 രൂപയായിരുന്നു ഇതിന്. അതൊരെണ്ണം ഞാൻ എടുക്കാറുണ്ട്. കാര്യം എനിക്ക് മിൽക്ക് മെയ്ഡ് ഇങ്ങനത്തെ പാക്കറ്റാണ് ഇഷ്ടം മറ്റേതിനേലും. പിന്നെ സോപ്പ്, അലക്കുന്ന സോപ്പും പിന്നെ ഞാനൊരു സോപ്പ് പൊടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. സർഫാണ് എടുത്തത്. ഇവിടെ സൺപ്ലസിനൊക്കെ ഓഫറുണ്ട്. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയുടെ വിലയാണ്. വെളിച്ചെണ്ണ 419, 389, അങ്ങനെ പല ബ്രാൻഡിന് പല വിലയായിട്ട് എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓർത്തു ഞാനൊരു വെളിച്ചെണ്ണയും കൂടി എടുക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ വെളിച്ചെണ്ണ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എത്തിയത്. അങ്ങനെ ഞാനൊരു വെളിച്ചെണ്ണയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെയ്യില്ലേ, നെയ്ക്ക് ഇപ്പം ഓണത്തിന് എല്ലാവർക്കും നെയ്യൊക്കെ വേണ്ടിയിട്ടുള്ളൂ. നെയ്ക്കൊക്കെ ഇവിടെ ഓഫറുണ്ട് കേട്ടോ. ഞാനിത് ഒരു ദിവസം വന്നിട്ട് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു നെയ്യ് ബോട്ടിലിന് എത്രയാണെന്ന് വെച്ചാൽ 109 രൂപയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. നല്ല ഓഫറാണ്, നല്ല നെയ്യാണ് കേട്ടോ. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്.